ആറന്മുളയിൽ നമ്മളിപ്പോൾ ഇന്ന് രാവിലെ മുതൽ കണ്ട ഒരു വാർത്തയുണ്ട്. പ്രളയബാധിത പ്രദേശത്ത് റെസ്ക്യൂ ടീമിനൊപ്പം തന്നെ ഇറങ്ങിച്ചെന്ന, അതായത് വണ്ടി ഭ്രാന്തന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന മോഡിഫൈഡ് വെഹിക്കിളുമായിട്ട് ഇറങ്ങിച്ചെന്ന ഒരാള് ആ രക്ഷാപ്രവർത്തനമൊക്കെ കഴിഞ്ഞിട്ട് സ്പെയർ പാർട്സ് വാങ്ങിക്കാൻ പോവായെന്ന് തോന്നുന്നു. ആ ഒരാൾക്ക് ഫൈൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം പ്രവണതകൾ, നമ്മൾ ഫൈൻ അടിച്ചു കൊടുത്തതിനല്ല നമ്മളിവിടെ സംസാരിക്കുന്നത്. ജീവനും തന്റെ വണ്ടിയും ജീവിതത്തിൽ സ്നേഹിക്കുന്ന വണ്ടിയുടെയും ഒക്കെ നാശനഷ്ടം സംഭവിച്ചാലും ഞാൻ ഇനി ഉണ്ടാകും എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്നവർക്ക് ഇതുകൊണ്ട് എന്താണ് അവർക്ക് മനസ്സിൽ തോന്നുന്നത്? ഇത് സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കഥ വരുന്നത് പത്തനംതിട്ട മേഴൂർ സ്വദേശിയാണ്. അമൽ എന്നാണ് ആളുടെ പേര്. ആള് ഈ കോഴഞ്ചേരിയില് അതേപോലെ ആറന്മുളയിലൊക്കെ ഉണ്ടായ രക്ഷാപ്രവർത്തനത്തില് കൂടെ ഉണ്ടായതും അതേപോലെ തന്നെ ക്യാമ്പുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കാനായിട്ട് ഇറങ്ങിയ ഒരാളായിരുന്നു. പുള്ളിക്ക് അങ്ങനെ ഈ ഫ്ലഡിൽ കൂടി വണ്ടി ഓടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടിക്ക് എന്തെങ്കിലും അറ്റകുറ്റപ്പണി വരാം. അപ്പൊ അതിനു വേണ്ടി സ്പെയർ മാറ്റാൻ വേണ്ടി അടൂരാണ് അതിന്റെ ഷോറൂം ഉള്ളത്. അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ MVD പുള്ളിനെ കൈ കാണിച്ച് നിർത്തിക്കുന്നത്. അതിന്റെ കൂടെ ഇവര് കൊടുത്തേക്കുന്ന പിഴകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഫൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് അഡീഷണൽ ഫിറ്റിംഗ് ആയിട്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഫോഗ് ലാമ്പാണ്. അത് എനിക്കറിയാൻ സാധിച്ചത് അത് വർക്കിംഗ് അല്ല, അത് അഡീഷണൽ ഫിറ്റിംഗ് മാത്രമാണ്. വർക്കിംഗ് അല്ല ആ ടൈമിൽ, കാരണം മോർണിംഗിലാണ് ഇത് പിടിക്കുന്നത്. അപ്പൊ ആ സമയത്ത് തീരേണ്ട ആവശ്യമില്ല. അതൊന്ന്. രണ്ടാമത്തെ കേസ്, വണ്ടിക്ക് പൊല്യൂഷൻ ഇല്ല എന്നും പറഞ്ഞ ഒരു 2000 രൂപ, അതും അങ്ങനെ എല്ലാം കൂടി ചേർത്ത് 7000 രൂപയുടെ അടുത്തുള്ള ഫൈനാണ് ആൾക്ക് ഇപ്പൊ പതിച്ചു കിട്ടിയേക്കുന്നത്, അമലിന്. ഇത് നമുക്ക് അതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഫൈനൊക്കെ നല്ലത് തന്നെയാണ്, മോഡിഫിക്കേഷൻ എല്ലാം. പക്ഷെ നമുക്ക് ഇപ്പൊ നമ്മൾ ഈ ജീവിക്കുന്ന കേരളം എന്ന് പറയുന്ന നാട്ടില് നമ്മളുടെ ഒരു മുഖ്യമന്ത്രി ഇവിടെ ചാർജ് എടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. അതെ, എലക്ഷൻ വാഗ്ദാനം ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, മോഡിഫിക്കേഷൻ തന്നെയായിരുന്നു മൂപ്പരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആളത് അപ്രൂവ് ചെയ്തതായിട്ട് ഓൾറെഡി അതിനാണല്ലോ ഞാൻ കയറിയത് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടാണ് ആള് ഭരണത്തിൽ കയറിയത്. പുള്ളി ഇപ്പൊ കറന്റ് ഭരിച്ചോണ്ട് നിൽക്കുന്ന ഈ ഒരു നാട്ടിൽ തന്നെയാണ് ഈ ഒരു സംഭവം നടക്കണമെന്ന് ഓർക്കണം. അതും മോഡിഫിക്കേഷൻ ചെയ്തെന്നുള്ള ഒറ്റ കുറ്റത്തിലാണ് 7000 രൂപ, അല്ലറ ചില്ലറ പണിയെല്ലാം കൂടി ചേർത്ത് 7000 രൂപയുടെ സാധനമാണ് ഇപ്പൊ ഒരാൾക്ക്. അതും നമുക്കറിയാം, ഈ ഫ്ലഡ് എന്ന് പറയുന്ന പോലത്തെ ഒരു മഹാമാരിയിൽ ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് വന്ന, സഹായാസ്തമായിട്ട് വന്ന ഒരാൾക്കാണ് ഈ ഒരു ഗതി വന്നേക്കുന്നത്. ഇപ്പൊ ഇത് എത്രത്തോളം ദയനീയമാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഒരു വൃത്തികെട്ടൊരു ഏർപ്പാടാണെന്നുള്ള കാര്യം നമുക്കത് അറിയില്ല. തീർച്ചയായിട്ടും. മാത്രമല്ല, ഇപ്പോ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേന്ദ്രമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. മോഡിഫിക്കേഷൻ എന്നത് സംസ്ഥാന സർക്കാരിന്, സംസ്ഥാനം ആര് ഭരിക്കുന്നോ അവർക്ക് മോഡിഫിക്കേഷൻ ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അലോ ചെയ്യാനായിട്ട് അവർക്ക് നിർവാഹമില്ല എന്ന വാർത്തയാണ് നമ്മളിപ്പോ കേട്ടെ. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞ പോലത്തെ മോഡിഫിക്കേഷൻ, ഞാൻ അതിനാണല്ലോ വന്നേന്ന് ചോദിക്കുമ്പോൾ, ഈ ഇലക്ഷൻ സമയത്ത് ഇതൊരു ആയുധമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പൊ തിരിഞ്ഞു കുത്തിയോ ഇവരെ? ഇതിപ്പോ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഈ ബഹുമാന്യ മുഖ്യമന്ത്രി VD സതീശൻ, അദ്ദേഹം ഒരു ലോയർ അല്ലേ. അപ്പൊ മൂപ്പർക്ക് അറിയാലോ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതായത് പുള്ളിയെ ഒരാൾ വന്നെന്നും പറഞ്ഞ് ഇപ്പൊ കേന്ദ്രം തീരുമാനിച്ച ഒരു കാര്യം മാറൂല എന്ന് ഇതെല്ലാം ആൾക്കറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ പിന്നെ ഈ കേരളത്തിലുള്ള വണ്ടിപ്രാന്തന്മാരെ ഒന്നടങ്കം പുള്ളി പറ്റിച്ച് ചതിച്ച് അല്ലെ ശരിക്കും പറഞ്ഞപ്പോ ഭരണത്തിൽ കയറിയേക്കണത്. തീർച്ചയായിട്ടും. കാരണം ഇങ്ങേർക്ക് ഓൾറെഡി ഈ ഒരു നിയമം പഠിക്കുന്ന അല്ലെ ഒരു ലോയർ എന്നുള്ള രീതിയിൽ ആളെ നോക്കാന്നുണ്ടെങ്കിൽ ആൾക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളെ പറ്റി നല്ല അറിവുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഇതേപോലെ ഉള്ള ഒരു രാജ്യത്ത് നടക്കുന്ന പൊതുപ്രവർത്തകനും കൂടിയാണ്. അതിനുപരി മുഖ്യമന്ത്രി ആവണതിനും ഒരു പൊതുപ്രവർത്തകനായിരുന്നു, പ്രതിപക്ഷ നേതാവായിട്ട് അലങ്കരിച്ചത് ഒരു MLA ആണ്. അപ്പൊ ഇത്രയൊക്കെ അറിവുകൾ ഉണ്ടാവുമ്പോ പുള്ളിക്ക് ഈ ഒരു വാഗ്ദാനോടെ പറഞ്ഞ് മറ്റുള്ള ജനങ്ങളെ വിഡ്ഢിയാക്കേണ്ട ഒരു പരിപാടി ആവശ്യമുണ്ടായിരുന്നു? ഇല്ല. പിന്നെ ഇത് എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോഴും ചോദ്യചിഹ്നോട്ട് കിടക്കണേണ്. പക്ഷെ എന്നിരുന്നാൽ പോലും പുള്ളി അപ്രൂവ് ചെയ്ത ഒരു മോഡിഫിക്കേഷൻ എന്നുള്ളത് ബാക്കി എല്ലാവരും നമ്മളടക്കം എല്ലാവരും വിശ്വസിച്ചിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ആ ഒരു കുറ്റത്തിന് തന്നെയാണ് ഇപ്പൊ ചൂണ്ടിക്കാണിച്ച് MVD വട്ടമിട്ട് പിടിച്ചോണ്ട് നിൽക്കുന്നത്. അപ്പൊ ഇത് തമ്മിൽ ശരിക്കും പറഞ്ഞ വാക്കും പ്രവൃത്തിയും തമ്മിൽ ആനയാടും തമ്മിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ. ഇപ്പൊ ആ ഒരു ഗതിയിലാണ് ഇപ്പൊ കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയില്ല, ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഫ്ലഡും കാര്യങ്ങളും പല ഭാഗത്ത് വരുന്നുണ്ട്. ഇനി എവിടേക്ക് എന്തൊക്കെ വരുമെന്ന് ഒന്നും അറിയില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവരുടെ ഈ ഒരു കാട്ടയം ഭയങ്കര മോശമായി പോയി. ഇപ്പൊ ഈ ഫൈൻ ഈടാക്കി എന്ന് പറഞ്ഞല്ലോ, ഫൈൻ ഈടാക്കാൻ നമ്മൾ എതിരൊന്നുമല്ല. ഈ ഫൈൻ ഈടാക്കുന്ന പോലെ തന്നെ പല കുറ്റകൃത്യങ്ങളും ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ആ കുറ്റകൃത്യങ്ങളൊക്കെ നടക്കുമ്പോൾ ജയിലിലാകുന്നവര് തിരിച്ചിറങ്ങി വരുന്നത് അതീവ എന്താ പറയാ സന്തോഷവാനും സന്തോഷവതികളുമായിട്ടാണ്. ജയിലിലാണ് പോകുന്നതെന്നൊരു തോന്നൽ പോലും ഇല്ല.
തോന്നിയിട്ടുണ്ടോ അങ്ങനെ? അതായത് സിമ്പിൾ ആണല്ലോ. നമുക്കിപ്പോ കമ്പയർ ചെയ്ത് പറയാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഈ രണ്ട് കാര്യങ്ങളൊന്നും എടുത്ത് നോക്കാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ജയിലിൽ പോകുന്നവൻ, അല്ലെങ്കിൽ ഒരു പോക്സോയിൽ പോകുന്നവൻ, അല്ലെങ്കിൽ ഒരു കൊലപാതകത്തിന് പോകുന്നവൻ, പിടിച്ചു പറി, കളവ് ചെയ്യുക, മോഷ്ടിക്കുക, ഇങ്ങനെയുള്ളവരെ, അല്ലെങ്കിൽ ഒരാളെ വിഷം കൊടുത്ത് മൃഗീയമായി കൊല്ലുക, ഇങ്ങനെയുള്ളവരെല്ലാവരും ജയിലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവരൊരു 4 മാസം അല്ലെങ്കിൽ അവരുടെ സർട്ടൻ പീരീഡ് കഴിഞ്ഞ് അവർ പുറത്തിറങ്ങുമ്പോ അവര് ആ പഴയ കേറിയ പോലെ അതും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വാവിളിച്ചു പോകും. ഉദാഹരണം ഇപ്പോ പുറത്തിറങ്ങിയിട്ടില്ല, പക്ഷെ നമുക്കൊരു ഗോവിന്ദസ്വാമി ഉദാഹരണമായിട്ട് എടുത്തൂടെ? അതെ, അതായത് ഇവിടെ നിന്ന് കേറുന്നത് ഒരു പിച്ചക്കാരനായിട്ടാണെങ്കിൽ തിരിച്ചിറങ്ങി ഒരു സെലിബ്രിറ്റി ആയിട്ടാ. ഇത്രത്തോളം ട്രീറ്റിലാണ് അവരവിടെ. സുഖജീവിതമാണെന്ന് തോന്നുന്നു എനിക്ക് അവിടെ ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവണത്. അവിടെ ആ സാധാരണ ഒരു മനുഷ്യൻ ഇപ്പൊ കൂലിപ്പണിയിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തായാലും ഒരു മുഖത്ത് കരിവാളിപ്പെങ്കിലും ഉണ്ടാവും. ഇത് ഇവിടെ നിന്ന് കയറി പോകുന്ന പിച്ചക്കാരനായിട്ടാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വന്ന വെളുത്ത് തൊടുത്തിട്ട് ഫെയർ ആൻഡ് ലവ്ലിയിലൊക്കെ പരസ്യത്തിരിക്കുന്ന ആൾക്കാരെ പോലെ ഇറങ്ങി വന്നത് ആ ഒരു രീതിയിലെ ട്രീറ്റ്മെന്റ്. പക്ഷെ അത് നേരെ മറിച്ച് നമ്മളുടെ വണ്ടി മോഡിഫൈ ചെയ്ത ഒരു ആൾക്കാരുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവര് അന്നേരമാണ് ഇവരുടെ ഉള്ളിലുള്ള ഈ സാധനങ്ങൾ മുഴുവൻ നമുക്ക് കാണുന്നത്. അതായത് ആ കൊലക്കുറ്റത്തിന്റെ ദേഷ്യവും ഈ പീഡനത്തിന്റെ ദേഷ്യവും ആ പോക്സോന്റെ കേസും ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് ദേഷ്യവും വൈരാഗ്യം കാണിക്കുന്നത് നമ്മളിപ്പോഴുള്ള പാവം വണ്ടിപ്രാന്തന്മാരുടെ അടുത്ത്. ഫ്രസ്ട്രേഷൻ തീർക്കുന്ന അവിടെയാണ്. അതെ, കാരണം അവിടെ നിന്ന് ഇവർക്ക് കിട്ടുള്ളൂ. പക്ഷെ എനിക്ക് അവിടെ ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിപ്പോ മോഡിഫിക്കേഷൻ എതിരാണ്, നിയമം എല്ലാം പാടെ എതിരാണ്. പക്ഷേ ഇതേ സാധനങ്ങൾ തന്നെ ആഫ്റ്റർ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. വിത്ത് ടാക്സ് എല്ലാം നമുക്ക് സെയിലിംഗിൽ സാധനം മേടിക്കാൻ പാകത്തിന് എല്ലാം റെഡിയാണ്. പക്ഷെ അത് മേടിച്ചു വെക്കാൻ പാടില്ല. മേടിച്ചു വെച്ചാൽ അത് ക്രിമിനൽ ഒഫൻസ് ആയി. അതെ, അങ്ങനെയാണെങ്കിൽ ഈ മാർക്കറ്റിൽ വിപണനം നടത്തുന്നവർക്കെതിരെയും കേസ് വരേണ്ടതല്ലേ? അവര് വിറ്റിട്ടല്ലേ, അവര് വിൽക്കാൻ വച്ചിട്ടല്ലേ നിങ്ങളെ പോലുള്ളവർ വാങ്ങിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം അതല്ലെങ്കിൽ പിന്നെ നമുക്ക് മേടിക്കാൻ പറ്റില്ലല്ലോ, ഇവര് വെച്ചോണ്ടാണല്ലോ. അതെ, ഇതിപ്പോ കടയിൽ മേടിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് മേടിക്കാൻ പാടില്ല. മേടിച്ചാൽ തന്നെ അത് നമ്മൾ മേടിച്ച ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് ഇവിടുത്തെ ഒരു രീതി ഇപ്പൊ വന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇവരത് എങ്ങോട്ടാണ് എത്തിക്കണേന്നുള്ളത്. എനിക്ക് മനസ്സിലാവുന്നില്ല സാർ. അതെ, തീർച്ചയായിട്ടും. കാരണം ഇത് ഇവരുടെ പല നടപടികളും എന്താണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് ചോദിച്ചിരുന്നു. കാരണം ഒരാളെ ട്രീറ്റ് ചെയ്യേണ്ട പോലെയല്ല, ഒരു കുറ്റവാളിയെ ട്രീറ്റ് ചെയ്യണ പോലെ ട്രീറ്റ് ചെയ്യില്ല. അതേപോലെ ഒരു കുറ്റം ചെയ്യാത്ത ഒരാളെ ട്രീറ്റ് ചെയ്യണത് വേറൊരു രീതി. ഇത് രണ്ടും പെടാതെ വണ്ടി മോഡിഫൈ ചെയ്യണവർക്ക് വേണ്ടത് വേറൊരു രീതി. ആകെ ഒരു എന്തൊക്കെയോ സംഭവിക്കും. കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. കാരണം പ്രളയം കഴിഞ്ഞ സമയത്ത് പ്രളയത്തിന് ഇറങ്ങിയ വണ്ടികളുടെ നമ്പർ നോട്ട് ചെയ്തിട്ട് അവരെ പുറകെ നടന്ന് ടാർഗറ്റ് ചെയ്ത് അവർക്ക് പിഴയും അതൊക്കെ കൊടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇപ്പൊ അതിന് സമാനമായ ഒരു കാര്യം തന്നെയല്ലേ പത്തനംതിട്ടയിൽ ഇപ്പൊ സംഭവിച്ചത്? തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം ആ സ്പെയർ പാർട്സ് വാങ്ങിക്കാൻ പോയ സമയത്താണ് നമുക്കറിയാം പ്രളയത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നാശനഷ്ടം സംഭവിക്കാതിരിക്കില്ല. പക്ഷെ എന്നിട്ടും കൂടി ആ നാശനഷ്ടത്തിന്റെ എമൗണ്ട് ഇവർ വഹിക്കുന്നില്ല. പോട്ടെ, ഇവർക്കൊരു നല്ല വാക്ക് ചോദിക്കാല, അനിയ നീ അവിടെ പോയ കാര്യം എന്തായി, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണ്, ആൾക്കാർ സേഫ് ആണോ? അപ്പൊ ഇനി പറയുന്ന വാക്ക് എന്താണെന്നറിയോ? പ്രളയത്തിന് പോയതാണ് ഞങ്ങൾക്ക് അറിയാവോന്നായിരിക്കും ചിലപ്പോ ചോദ്യം വരാൻ പോവാ. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരനെ കൊണ്ടുപോയി കാണിക്കാന്നല്ലാതെ വേറൊരു വഴിയോടെ ഉണ്ടാവില്ല. ചോദിച്ചത് ഏത് ഉദ്യോഗസ്ഥനാണോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണോ ആ ഉദ്യോഗസ്ഥനെയും കൂട്ടി അവിടം വരെ പോയെന്ന് സന്ദർശിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം നമ്മൾ പറയുമ്പോഴുള്ള പ്രശ്നമുള്ളത് അവിടെ ചെന്ന ആ പ്രളയ ബാധിതര് കുറെ പേരുണ്ടാവും, അവരോട് കൊണ്ട് സംസാരിപ്പിക്കുക. ഞങ്ങൾ ഒരു സമയത്ത് സാധാ വണ്ടികൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് പോവുക, അവർക്ക് ഫുഡ് ആണെങ്കിൽ ഫുഡ് കൊടുക്കുക, വെള്ളം എത്തിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് ഇവിടെ അമലും ചെയ്തത്. ഇതുപോലെ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. ഇവിടെ അങ്ങനെയല്ലല്ലോ. ബാക്കി ഏതൊരു നാട്ടിലും ഇപ്പൊ പറഞ്ഞ പോലെ സെയിം രീതി തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടെ ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയാണ്. ഇതാണ് ഇവിടെ നടക്കുന്ന കാര്യം. നമ്മളെ ഒരു സംസ്ഥാനമായിട്ടും അല്ലെങ്കിൽ ഒരു നാടായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലാണ് നമ്മുടെ കേരളം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അത് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജനങ്ങൾക്ക് അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ജനങ്ങളെ പറ്റിച്ചല്ലോ. അതെ, ചതി ഒരു ഭാഗത്ത് പിഴിയല് ഒരു ഭാഗത്ത്, ഇത് രണ്ടും അറിയാതെ എന്തിനോ വേണ്ടി ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ. എനിക്ക് തോന്നുന്നു അവർ അന്ധമായിട്ട് ഒരാൾക്കാരെ മാത്രം നോക്കുന്നവരാണെന്നോ. അല്ലെങ്കിൽ പിന്നെ ഇത് പറയുമ്പോഴത്തേക്കും മറ്റൊരു വസ്തുത എന്താണെന്നറിയോ? ഈ സംഭവം എടുത്ത് പറയുമ്പോൾ ഓപ്പോസിഷൻ പാർട്ടിയിലെ ആളുകൾ പോലും എതിർത്തിട്ടില്ല. എങ്ങനെ എതിർക്കും? എങ്ങനെ എതിർക്കും? കാരണം അവര് പറയുന്നതിലും കാര്യമില്ലേ. എതിർത്തിട്ടില്ല. ഇതിപ്പോ ഈ എംപിയുടെ ഈ ഒരു നിലപാട് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു നിലപാട് വെച്ച് ഞാൻ നോക്കാന്നുണ്ടെങ്കിൽ ഓക്കെ, മോഡിഫിക്കേഷൻ രാജ്യദ്രോഹ കുറ്റമാണെങ്കിൽ ഓക്കെ, നമ്മൾ എഗ്രി ചെയ്യാം. പക്ഷെ ഇതേപോലെ ഒരു ഫ്ലഡോ അല്ലെ അതിന് സമാനമായ രീതിയിൽ എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ വരുമ്പോ
ഇറങ്ങാൻ അല്ലെങ്കിൽ പറ്റത്തക്ക രീതിയിലുള്ള ഒരു വെപ്പൺസ് അല്ലെങ്കിൽ അതേപോലത്തെ ഒരു വണ്ടി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ ജനങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം പ്രളയം 2018 നമ്മൾ അതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചാണ്. കാരണം പെട്ടെന്ന് നമ്മുടെ അടുത്ത് ആ വണ്ടി ഇല്ല. പോലീസിന്റെ വണ്ടി തന്നെ പോയി കഴിഞ്ഞപ്പോ പകുതി നിന്ന് പോയ അവസ്ഥ വരെ വന്നു. കാരണം ആ വെള്ളത്തിന്റെ കുത്തൊഴുക്കും കുറച്ച് കഴിഞ്ഞപ്പോ ഓഫായി പോയി. ആ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടത് ഇവരാണ്. അതെ, അതിനു വേണ്ടി പണിത് വെച്ച വണ്ടിക്ക് മാത്രമേ അതേപോലെ സ്ഥലങ്ങളിൽ കയറാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ കയ്യിൽ ഇതുണ്ട്, ഞങ്ങളുടെ കയ്യിൽ അതുണ്ട്, ഞങ്ങളുടെ വണ്ടി ഇന്ന ബ്രാൻഡാണ് എന്നും പറഞ്ഞ ചെല്ലൽ ഒന്നുമില്ല. അത് ആ ഒരു രീതിയിൽ ഓൾട്രേഷൻ ചെയ്താൽ മാത്രമേ ഒരു വണ്ടിക്ക് അത് എന്താ പറയുക തരണം ചെയ്ത് ചെല്ലാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നടക്കൂല. ഇത് റിയാലിറ്റിയാണ്. ഇത് ഓൾറെഡി എല്ലാ ഈ ഉദ്യോഗസ്ഥരും മന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രി എല്ലാവരും അക്സെപ്റ്റ് ചെയ്തൊരു കാര്യം കൂടിയാണ്. പക്ഷെ ഒരു കാരണവശാലും ഇവര് പക്ഷെ നമ്മളെ വെറുതെ വിടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. ഇനിയും അത് പക്ഷെ അതിലൊരു കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വന്നത് ഇത് തന്നെയാണെന്ന് അറിഞ്ഞിട്ട് പോലും, അതായത് ഞങ്ങൾ പോയി എന്ത് ചെയ്ത് ഞങ്ങൾ ആരെയൊക്കെ രക്ഷിച്ച് എവിടെയൊക്കെ കൊണ്ടേ ആക്കി എത്ര ജീവൻ രക്ഷിച്ചാലും ഞങ്ങൾക്ക് കൊടുക്കാൻ കിട്ടുന്നത് ഫൈൻ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പിച്ച് നിന്ന ജനത തന്നെയാണ് ഇന്നും ഈ റെസ്ക്യൂവിന് വേണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ആ ഒരു കാര്യത്തിൽ വേറൊന്നും പറയാനില്ല.